ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ ഓരോ പാഠഭാഗ്യങ്ങളും സെറ്റാക്കുന്ന ഈ സംഗ്രഹ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അവസാന യൂണിറ്റിലെ നാലാമത്തെ ചാപ്റ്ററാണ് വാസന വികൃതി എന്ന പാഠഭാഗം. വാസനാവികൃതി എന്ന പാഠഭാഗം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്നറിയപ്പെടുന്നത് വാസനാവികൃതിയാണ്. അന്ന് എഴുതിയ ആ ചെറുകഥയിൽ ഏകദേശം 135-140 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ആ വാസനാവികൃതി എന്ന ചെറുകഥക്കകത്ത് പോലും കൃത്യമായിട്ട് വായനക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാണ്. വാസനാവികൃതി എന്ന ചെറുകഥ എഴുതിയിരിക്കുന്ന ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എഴുതി പൂർത്തിയാക്കിയത്. ആ ചെറുകഥയെയും ചെറുകഥയുടെ ഭാഷയെയും അതിൻ്റെ ഇതിവൃത്തത്തെയും അന്നത്തെ സാമൂഹിക സാഹചര്യത്തെയും നിങ്ങൾ പരിചയപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയൊരു കഥ പരിചയപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കണം. ചില ഭാഗങ്ങളിലുള്ള അനാവശ്യമായിട്ടുള്ള വിവരണം ആ കഥയ്ക്ക് ചെറിയൊരു തടസ്സം, ആസ്വാദനത്തിന് ചെറിയ തടസ്സം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ബാക്കിയെല്ലാം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചു നിർത്താൻ വായനക്കാരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന കഥ തന്നെയാണ്. നോക്കുക, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ പ്രശസ്തനായ പത്രപ്രവർത്തകനും ഉപന്യാസകാരനും ചെറുകഥാകൃത്തും. കേസരി, വജ്രസൂചി, വജ്രബാഹു എന്നീ തൂലികാനാമങ്ങളിൽ അദ്ദേഹം കൃതികൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ പ്രശസ്തനായ പത്രപ്രവർത്തകനായിരുന്നു, ഉപന്യാസകാരനായിരുന്നു, ചെറുകഥാകൃത്തായിരുന്നു. അദ്ദേഹം തന്നെ കേസരി എന്ന പേരിലും വജ്രസൂചി എന്ന പേരിലും വജ്രബാഹു എന്നീ തൂലികാനാമങ്ങളിൽ കൃതികൾ പ്രസിദ്ധീകരിച്ചിരുന്നു. 1860 കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചത്. മരണം 1914 നവംബർ 14. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി മലയാളത്തിലെ ആദ്യ ചെറുകഥയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ദ്വാരക, മേനോക്കിയെ കൊന്നതാരാണ്, മദിരാശി പിത്തലാട്ടം മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രധാന കഥകളാണ്. സെറ്റാണല്ലോ. നോക്കുക, പാഠസംഗ്രഹം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രചനയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി. ഇക്കണ്ടക്കുറുപ്പ് എന്ന മോഷ്ടാവ് തൻ്റെ ജീവിത കഥ ആത്മഭാഷണ രീതിയിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഈ കഥ. തനിക്ക് ജീവിതത്തിനിടയിൽ നേരിട്ട അപമാനങ്ങളും അബദ്ധങ്ങളും പീഡനങ്ങളും നർമ്മം കൊണ്ട് മധുരമാക്കുകയാണ് കഥാകാരൻ. തനിക്ക് ജീവിതത്തിനിടയിൽ നേരിട്ട അപമാനങ്ങൾ, അബദ്ധങ്ങൾ, പീഡനങ്ങൾ ഇത് നർമ്മത്തിലൂടെ നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യാണ്, അവതരിപ്പിക്കുകയാണ്. തൻ്റെ പ്രവൃത്തിക്ക് ലഭിച്ച പ്രതിഫലമാണ് അതൊക്കെയെന്ന് കഥാപാത്രം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. കൊച്ചി ശീമയിൽ കാടിൻ്റെ അരികിലായിരുന്നു നമ്മുടെ കള്ളനായ കുറുപ്പിൻ്റെ വീട്. വെളുത്തും കറുത്തും കാണപ്പെടുന്ന താവഴിക്കാരിൽ ഒരു അമ്മ വഴി കുടുംബം വെളുത്തിട്ടും അച്ഛൻ വഴി കുടുംബം കറുത്തിട്ടുമായിരുന്നു. അങ്ങനെ വെളുത്തും കറുത്തും കാണപ്പെടുന്ന താവഴിക്കാരിൽ കറുത്ത അമര്യാദ താവഴിയിൽ ജന്മം കൊണ്ടും മോഷണം തൊഴിലാക്കിയ മരുമക്കത്തായ വഴിക്കും മോഷണവാസന തനിക്ക് ലഭിച്ചുവെന്ന അയാളുടെ വിശദീകരണം വായനക്കാരിൽ ചിരിയുണർത്തും. അച്ഛൻ്റെ വഴിയിലും അമ്മയുടെ വഴിയിലും കള്ളന്മാരുള്ളത് കൊണ്ടായിരിക്കാം ഞാനും ഒരു മോഷ്ടാവായി തീർന്നുവെന്ന് അയാൾ പറയുന്നു. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കാടിനെയും മൃഗവേട്ടയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മോഷണ രീതി തെണ്ടിനായാട്ട്, ഒറ്റക്ക്, തെളിനായാട്ട് കൂറ്റമായി കഥാസന്ദർഭത്തിൽ കൗതുകം ജനിപ്പിക്കും വിധത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 2 മോഷണ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് എന്താണ്? തെണ്ടിനായാട്ട്, മറ്റൊന്ന് തെളിനായാട്ട്. അല്ലേ? ഭയമില്ലാതെ പഠനകാലം മുതൽ തുടങ്ങിയിരുന്ന ചില്ലറ മോഷണം വിലപിടിച്ച വസ്തുക്കളിലേക്ക് എത്തിയപ്പോൾ ഇക്കണ്ടക്കുറുപ്പിൻ്റെ സമ്പാദ്യവും വർദ്ധിച്ചു വന്നു. ആദ്യം നാട്ടിലുള്ള ചെറിയ ചെറിയ വാഴക്കൊലയും തേങ്ങയും ഒക്കെയാണ് മോഷ്ടിച്ചിരുന്നെങ്കിൽ പിന്നീട് ആ മോഷണം എന്തിലേക്ക് മാറ്റി? വലിയ വലിയ വസ്തുക്കളിലേക്ക് മാറ്റിയപ്പോൾ നമ്മുടെ മോഷ്ടാവായ ഇക്കണ്ടക്കുറുപ്പിൻ്റെ സമ്പാദ്യവും വർദ്ധിച്ചു വന്നു. ഒടുവിൽ തൃശ്ശിവപ്പേരൂരിനടുത്ത് ഒരു നമ്പൂതിരി ഇല്ലത്ത് നടത്തിയ കളവാണ് വഴിത്തിരിവായത്. നമ്പൂതിരിയുടെ മകൻ തന്നെയായിരുന്നു മോഷണത്തിന് കൂട്ട്.
നമ്പൂതിരിക്ക് കൊടുക്കാൻ മകൻ്റെ പക്കലേൽപ്പിച്ച ഉറക്കമരുന്ന് അയാൾ കുറേ കൂടുതൽ കൊടുത്തതിനാൽ നമ്പൂതിരി മരിച്ചു പോകുന്നു. സംഗതി പുലിവാലായി. പോലീസ് കേസായപ്പോൾ മോഷ്ടാവ് കളവ് മുതലെല്ലാം കാമുകിയായ കല്യാണിക്കുട്ടിക്ക് നൽകി മദിരാശിയിലേക്ക് ഒളിവിൽ പോകുന്നു. എന്താണ്? നമ്പൂതിരിയുടെ മകൻ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചു, മോഷണത്തിന് കൂട്ട്. നമ്പൂതിരിക്ക് രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് മകൻ്റെ പക്കലേൽപ്പിച്ച ഉറക്കമരുന്ന് അയാൾ കുറച്ച് കൂടുതൽ കൊടുത്തു. അച്ഛൻ കുറച്ച് കൂടുതൽ നേരം കിടന്നുറങ്ങിക്കോട്ടെ വിചാരിച്ചു. പക്ഷേ അച്ഛൻ നമ്പൂതിരി മരിച്ചു പോകുന്നു. ആകെ പുലിവാലായി. പോലീസ് കേസായപ്പോൾ മോഷ്ടാവ് കളവ് മുതലെല്ലാം കാമുകിയായ കല്യാണിക്കുട്ടിക്ക് നൽകി മദിരാശിയിലേക്ക് ഒളിവിൽ പോകുന്നു. കളവ് മുതലിൽ നിന്ന് കിട്ടിയിരുന്ന രത്നം പതിച്ച മോതിരം കഥാനായകൻ കാമുകിക്ക് സമ്മാനിച്ചുവെങ്കിലും പ്രേമാധിക്യത്താൽ അവൾ അത് അയാളുടെ വിരലിൽ തന്നെ ഇട്ടുകൊടുത്തിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒരു മോതിരം, ആ മോതിരം കാമുകൻ്റെ നമ്മുടെ കള്ളൻ്റെ കയ്യിൽ തന്നെ എന്ത് ചെയ്ത് ഇട്ടുകൊടുത്തു. ഈ മോതിരമാണ് നമ്മുടെ കഥക്കകത്ത് കള്ളനെതിരെയുള്ള വില്ലനായി മാറുന്നത്. വിരലിൽ നിന്ന് ഊർന്നു വീഴുന്നതായിരുന്നു ആ മോതിരം. കഥാനായകൻ മദിരാശിയിൽ ഒളിവിൽ കഴിഞ്ഞുകൂടുന്ന കാലം സവാരിക്കിടയിൽ ഒരു സുന്ദരിയെ കണ്ട് വാ പൊളിച്ചു നിന്ന ഒരുവന്റെ പോക്കറ്റ് അടിച്ചു. ഇടത് പോക്കറ്റിൽ നിന്ന് കിട്ടിയ നോട്ട് പുസ്തകവുമായി മടങ്ങി. വിരലിൽ പാകമല്ലാതിരുന്ന മോതിരം അയാളുടെ പോക്കറ്റിൽ വീണത് നമ്മുടെ കള്ളൻ അറിഞ്ഞതേയില്ല. അങ്ങനെ മദിരാശിയിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് ഒരു ടൗണിൽ വെച്ച് ഒരുത്തൻ ഇങ്ങനെ വായ നോക്കി നിൽക്കുന്നത് കണ്ടത്. അയാളുടെ പോക്കറ്റ് കൈയിട്ട് പോക്കറ്റിൽ നിന്ന് എന്ത് ചെയ്ത് ഒരു സാധനം മോഷ്ടിച്ചെടുത്ത്. അങ്ങനെ മോഷ്ടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ബോട്ട് ബുക്കാണ് എന്ത് ചെയ്തത് കയ്യിൽ കിട്ടിയത്. അത് കയ്യിൽ കിട്ടിയ സമയത്തോ ഇയാളുടെ കയ്യിൽ തൻ്റെ കാമുകി ഇട്ടുകൊടുത്ത മോതിരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ പോക്കറ്റിനകത്തേക്ക് വീണു പോയിട്ടുണ്ടായിരുന്നു. ഇനി കഥാനായകൻ മദിരാശിയിൽ ഒളിവിൽ കഴിഞ്ഞുകൂടുന്ന പറഞ്ഞു. നമ്മൾ രാത്രി വീട്ടിലെത്തി മോതിരത്തെ പറ്റി ഓർമ്മിച്ചപ്പോഴാണ് അത് കാണാതായതെന്ന് മനസ്സിലായത്. അബദ്ധമാണെന്ന് ഓർക്കാതെ മോതിരം കളഞ്ഞുപോയെന്ന് കരുതി അതേ മോതിരത്തെ ചൊല്ലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മുറിയിലെത്തി വിശ്രമിക്കുകയായിരുന്ന ഇക്കണ്ടക്കുറുപ്പിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസുകാരൻ്റെ പോക്കറ്റിലായ മോതിരമാണ് തൻ്റെ അറസ്റ്റിന് കാരണമായതെന്ന് അയാൾക്ക് വൈകിയേ മനസ്സിലായുള്ളൂ. 6 മാസം തടവും 12 അടിയുമാണ് ശിക്ഷയായി അയാൾക്ക് അന്ന് ലഭിച്ചത്. തൻ്റെ ബുദ്ധിയില്ലായ്മയാണ് മോഷണങ്ങൾ തെളിയാൻ കാരണമായത് എന്ന തിരിച്ചറിവ് ആ തൊഴിലുപേക്ഷിച്ച് പാപമോചനത്തിനായി തീർത്ഥാടനം നടത്താൻ തീരുമാനിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു. കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്കുള്ള, അമര്യാദയിൽ നിന്ന് മര്യാദയിലേക്കുള്ള, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള മാറ്റം ഏതു വായനക്കാരൻ്റെ മനസ്സിനെയും ആകർഷിക്കും. ഹാസ്യം മേമ്പടിയായി ചേരുമ്പോൾ പുതിയ കാലത്തും പ്രസക്തമാകുന്ന പ്രമേയമായി അത് മാറുമെന്നതിന് തെളിവാണ് ഈ കഥയുടെ ആഖ്യാന രീതി. സെറ്റ്. നോക്ക്, ആദ്യത്തെ ചോദ്യം. ഞാൻ ഈ തൊഴിലിലിരുന്നാൽ 4ാമത്തെ അച്ഛന് അപമാനമേയുള്ളൂ, കള്ളനാവാൻ എനിക്ക് യോഗ്യതയില്ല. പോലീസ് പിടിക്കപ്പെട്ടപ്പോൾ കഥാനായകൻ ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ ഇങ്ങനെ ഈ തൊഴിലിലിരുന്നാൽ 4ാം അച്ഛന് അപമാനമേയുള്ളൂ, കഥാനായകൻ ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു? ഉത്തരം നോക്കുക. വാസനാവികൃതിയിലെ ഇക്കണ്ടക്കുറുപ്പ് ഈ ആത്മഭാഷണം നടത്തുന്നത് മോഷണം തൊഴിലാക്കിയതിന് ലഭിച്ച ശിക്ഷയ്ക്ക് ശേഷമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും താവഴി പാരമ്പര്യമനുസരിച്ച് നല്ല മോഷണ പാരമ്പര്യമുള്ളവനാണ് ഇക്കണ്ടക്കുറുപ്പ്. സംഘം ചേർന്നുള്ള ദീവട്ടിക്കൊള്ളയേക്കാൾ മോഷ്ടിച്ച മുതൽ പങ്കുവെക്കാതെ സ്വന്തമാക്കുന്ന ഒറ്റക്കുള്ള മോഷണത്തിലായിരുന്നു ഇക്കണ്ടക്കുറുപ്പിന് താല്പര്യം. സെറ്റാണല്ലോ. നവീന രീതി, പുതിയ മാർഗം പിന്തുടർന്ന ഇക്കണ്ടക്കുറുപ്പ് തൊണ്ടി മുതൽ കാമുകി കല്യാണിക്കുട്ടിക്ക് സമ്മാനമായി നൽകി. അതിൽ നിന്ന് അവൾ വിരലിൽ അണിയിച്ച ഊരാഞ്ചാടി മോതിരം മറ്റൊരു മോഷണ ശ്രമത്തിനിടെ നഷ്ടമായത് പോലീസിൽ പരാതി കൊടുക്കാൻ തോന്നിയ വിഡ്ഢിത്തം സ്വയം കുഴിയിൽ ചാടുന്നതിന് വഴിയൊരുക്കുന്നു. മഹിതമായ മോഷണ പാരമ്പര്യമുണ്ടായിട്ടും വിഡ്ഢിത്തം കാണിച്ച് പിടിക്കപ്പെട്ട താൻ ഇനിമേൽ ആ പാരമ്പര്യ മഹിമക്ക് അർഹനല്ല എന്ന് നായകൻ സ്വയം വിലയിരുത്തുന്നു. തൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ചുള്ള നായകൻ്റെ ആത്മനിന്ദയാണ് ഈ പ്രതികരണം. എന്താണ്? ഈ തൊഴിലിലിരുന്നാൽ 4ാം അച്ഛന് അപമാനമേ ഉള്ളൂ എന്ന തോന്നലിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തായിരുന്നു? ഉത്തരം വാസനാവികൃതിയിലെ നായകനായ ഇക്കണ്ടക്കുറുപ്പ്
ഈ ആത്മഭാഷണം നടത്തുന്നത് മോഷണം തൊഴിലാക്കിയതിന് ലഭിച്ച ശിക്ഷയ്ക്ക് ശേഷമാണ്. കുറേ കാലം കട്ടപ്പം തോന്നിയ കുറ്റബോധമല്ല, ശിക്ഷ കിട്ടിയപ്പോഴാണ്. അച്ഛൻ്റെയും അമ്മയുടെയും താവഴി പാരമ്പര്യം അനുസരിച്ച് നല്ല മോഷണ പാരമ്പര്യമുള്ളവനാണ് ഇക്കണ്ട കുറുപ്പ്. സംഘം ചേർന്നുള്ള ദീവട്ടിക്കൊള്ളയേക്കാൾ മോഷ്ടിച്ച മുതൽ പങ്കുവെക്കാതെ സ്വന്തമാക്കുന്ന ഒറ്റക്കുള്ള മോഷണത്തിലായിരുന്നു ഇക്കണ്ട കുറുപ്പിന് താല്പര്യം. നവീന രീതി, പുതിയ രീതി പിന്തുടർന്ന ഇക്കണ്ട കുറുപ്പ് തൊണ്ടി മുതൽ കാമുകി കല്യാണിക്കുട്ടിക്ക് സമ്മാനമായി നൽകി. അതിൽ നിന്ന് അവൾ വിരലിൽ അണിയിച്ച ഊരാഞ്ചാടി മോതിരം മറ്റൊരു മോഷണ ശ്രമത്തിനിടെ നഷ്ടമായത് പോലീസിൽ പരാതി കൊടുക്കാൻ തോന്നിയ വിഡ്ഢിത്തം സ്വയം കുഴിയിൽ ചാടുന്നതിന് വഴിയൊരുക്കുന്നു. മഹിതമായ മോഷണ പാരമ്പര്യമുണ്ടായിട്ടും വിഡ്ഢിത്തം കാണിച്ച് പിടിക്കപ്പെട്ട താൻ ഇനിമേൽ ആ പാരമ്പര്യ മഹിമക്ക് അർഹനല്ല എന്ന് നായകൻ സ്വയം വിലയിരുത്തുന്നു. തൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ചുള്ള നായകൻ്റെ ആത്മനിന്ദയാണ് ഈ പ്രതികരണം. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ്വേധാ നാരായണീയം. നമ്മുടെ പാഠഭാഗത്തിനകത്ത് ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ദ്വേധാ നാരായണീയം എന്ന ശൈലി കഥാസന്ദർഭത്തിന് ഇണങ്ങും വിധം വാസനാവികൃതി എന്ന കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. നോക്കുക, വായനക്കാരെ രസിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് എഴുതിയ ആദ്യകാല കഥകളിൽ മിക്കതിലും പതിവ് രീതിയായിരുന്നു പഴഞ്ചൊല്ലുകളുടെയും ശൈലികളുടെയും ഉപയോഗം. ആദ്യകാല ചെറുകഥകളിലൊക്കെ ഇങ്ങനെ പഴഞ്ചൊല്ലുകളും ശൈലികളും കാര്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. വാസനാവികൃതി എന്ന കഥയിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വളരെ ഔചിത്യപൂർവം സരസതയോടെ ദ്വേധാ നാരായണീയം എന്ന ശൈലിയും ഉപയോഗിച്ചിരിക്കുന്നു. മഹാവിഷ്ണുവായ നാരായണനെ കുറിച്ച് മേൽപ്പത്തൂർ നാരായണൻ എഴുതിയ കൃതി എന്ന അർത്ഥത്തിൽ ദ്വേധാ നാരായണീയം എന്ന് പറയാറുണ്ട്. എന്നാൽ കഥയിലെ നായകൻ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ കുപ്രസിദ്ധ കള്ളനായ ഇക്കണ്ട കുറുപ്പിൻ്റെയും അമ്മയുടെ പാരമ്പര്യത്തിൽ കുപ്രസിദ്ധ കള്ളനായ ഇട്ടി നാരായണൻ നമ്പൂതിരിയുടെയും മോഷണവാസന ജന്മനാ കിട്ടിയവനാണ്. മക്കത്തായ വഴിയിലും അച്ഛൻ്റെ വഴിയിലും മരുമക്കത്തായ വഴിയിലും അമ്മയുടെ വഴിയിലും രണ്ട് മാർഗത്തിലും കള്ളനായവൻ. അതുകൊണ്ടാണ് ദ്വേധ എന്നിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. മഹത്തായ ഒരു കൃതിയെക്കുറിച്ചുള്ള വാമൊഴി എടുത്ത് ഒരു ദുശ്ശീലത്തെ ന്യായീകരിക്കുന്നതിലൂടെ സൃഷ്ടിക്കുന്ന ഐറണിയും ആക്ഷേപഹാസ്യവും കഥാസന്ദർഭത്തിന് ഏറെ ആസ്വാദ്യത നൽകുന്നുണ്ട്. അത്ര മതി. നോക്കുക, വായനക്കാരെ രസിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടെഴുതിയ ആദ്യകാല കഥകളിൽ മിക്കതിലും പതിവ് രീതിയായിരുന്നു പഴഞ്ചൊല്ലുകളുടെയും ശൈലികളുടെയും ഉപയോഗം. വാസനാവികൃതി എന്ന കഥയിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വളരെ ഔചിത്യപൂർവം സരസതയോടെ ദ്വേധാ നാരായണീയം എന്ന ശൈലി ഉപയോഗിച്ചിരിക്കുന്നു. മഹാവിഷ്ണുവായ നാരായണനെ കുറിച്ച് മേൽപ്പത്തൂർ നാരായണൻ എഴുതിയ കൃതി എന്ന അർത്ഥത്തിൽ ദ്വേധാ നാരായണീയം എന്ന് പറയാറുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ആ വാക്ക് കടന്നു വന്നത്. അതിനെ കടമെടുത്ത് കഥയിലെ നായകൻ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ കുപ്രസിദ്ധ കള്ളനായ ഇക്കണ്ട കുറുപ്പിൻ്റെയും അമ്മയുടെ പാരമ്പര്യത്തിൽ കുപ്രസിദ്ധ കള്ളനായ ഇട്ടി നാരായണൻ നമ്പൂതിരിയുടെയും മോഷണവാസന ജന്മനാ കിട്ടിയവനാണ്. അങ്ങനെ മക്കത്തായ വഴിയിലും മരുമക്കത്തായ വഴിയിലും ദ്വേധ കള്ളനായവൻ മഹത്തായ ഒരു കൃതിയെക്കുറിച്ചുള്ള വാമൊഴി എടുത്ത് ഒരു ദുശ്ശീലത്തെ ന്യായീകരിക്കുന്നതിലൂടെ സൃഷ്ടിക്കുന്ന ഐറണിയും ആക്ഷേപഹാസ്യവും കഥാസന്ദർഭത്തിന് ഏറെ ആസ്വാദ്യത നൽകുന്നുണ്ട്. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, വാസനാവികൃതിയിലെ നായകനായ കള്ളൻ മോഷണ രംഗത്ത് താൻ നവീനനാണ് എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ത് കുറിപ്പെഴുതുക. വാസനാവികൃതിയിലെ നായകനായ കള്ളൻ മോഷണ രംഗത്ത് താൻ നവീനനാണ് എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ത് കുറിപ്പെഴുതുക. മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ ചെറുകഥയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ വാസനാവികൃതി. അതിലെ കേന്ദ്ര കഥാപാത്രമായ ഇക്കണ്ട കുറുപ്പ് കളവ് രീതികളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. രണ്ട് തരത്തിലാണ് കളവ് രീതി. ഒന്ന് ദീവട്ടിക്കൊള്ളയും, രണ്ട് ഒറ്റക്ക് പോയി കക്കലും. തെളിനായാട്ടും തെണ്ടിനായാട്ടും പോലെ. ദീവട്ടിക്കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി കൂട്ടമായിട്ട് കളവ് നടത്തലാണ്, കിട്ടുന്നത് പങ്കിട്ടെടുക്കും. എന്നാൽ തെണ്ടി നായാട്ടായ ഒറ്റക്ക് പോയി കളവ് നടത്തൽ എല്ലാ ദിവസവും എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പില്ല, എങ്കിലും കിട്ടുന്നത് ഒറ്റക്ക് അനുഭവിക്കാം. നാലാമച്ചനായ ഇക്കണ്ടക്കുറുപ്പ് തെളിനായാട്ടിൻ്റെ ശീലക്കാരനായിരുന്നു. ഇക്കാര്യത്തിൽ താൻ നവീനനാണ് എന്ന് കഥാനായകൻ പറയുന്ന ഭാഗമാണ് പ്രസ്തുതം. പങ്കുകാരില്ലാതെ
ഒറ്റക്ക് അനുഭവിക്കുന്ന കളവിൽ രസം കണ്ടെത്തുന്ന നായകനെ ഇവിടെ നമുക്ക് കാണാം. എന്താ ചോദ്യം എന്തായിരുന്നു? വാസനാവികൃതിയിലെ നായകനായ കള്ളൻ മോഷണ രംഗത്ത് താൻ നവീനനാണ്, ഒരു പുതിയ ആളാണ്, പുതിയ മാർഗമുണ്ടാക്കിയ ആളാണ് എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ത്? മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ ചെറുകഥയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ വാസനാവികൃതി. അതിലെ കേന്ദ്ര കഥാപാത്രമായ ഇക്കണ്ടക്കുറുപ്പ് കളവ് രീതികളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 2 തരത്തിലാണ് കളവ് രീതി. 1 ദീവട്ടിക്കൊള്ളയും, 2 ഒറ്റക്ക് പോയി കക്കലും. തെളിനായാട്ടും തെണ്ടിനായാട്ടും പോലെ. ആദ്യത്തേതിൽ കൂട്ടമായി കളവ് നടത്തലാണ്, കിട്ടുന്നത് പങ്കിട്ടെടുക്കും. എന്നാൽ തെണ്ടിനായാട്ടായ ഒറ്റക്ക് പോയി കളവ് നടത്തൽ എല്ലാ ദിവസവും എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പില്ല, എങ്കിലും കിട്ടുന്നത് ഒറ്റക്ക് അനുഭവിക്കാം. 4-മച്ചനായ ഇക്കണ്ടക്കുറുപ്പ് തെളിനായാട്ടിൻ്റെ ആളായിരുന്നു. ഇക്കാര്യത്തിൽ ആ മാർഗമൊക്കെ വിട്ടിട്ട് താൻ നവീനനാണ് എന്ന് കഥാനായകൻ പറയുന്ന ഭാഗമാണ് പ്രസ്തുതം. പങ്കുകാരില്ലാതെ ഒറ്റക്ക് അനുഭവിക്കുന്ന കളവിൽ രസം കണ്ടെത്തുന്ന നായകനെ നമുക്കിവിടെ കണ്ടെത്താം. സെറ്റാണല്ലോ മക്കളെ? തീർച്ചയായിട്ടും പാഠഭാഗം വായിച്ചിട്ട് വേണം ക്ലാസ് കാണാൻ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.